ഉപ്പമാരെ, ഉമ്മമാരെ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഫ്രീഡം നൽകിയിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നതായി കേൾക്കുന്നു. പലരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. നഊദുബില്ലാഹ്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും ഒരു ചെറിയ ഫ്രീഡം കിട്ടിയാൽ കുടുംബക്കാരോ നാട്ടുകാരോ ചോദിക്കുന്നവരോ പറയുന്നവരോ ആയി ആരും ഇല്ലാത്ത ഒരു ഘട്ടം കിട്ടിയാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നു കൂട്ടുകാരികളുടെ കൂടെ. അതൊരു പക്ഷേ സബബാകുന്നതൊരു യാത്രയായിരിക്കും. അതിന് പേര് പഠനയാത്ര എന്നോ വേറെന്തെങ്കിലും യാത്ര എന്നോ ആയിരിക്കും. ഒരു ചെറിയ അവസരം കിട്ടുമ്പോഴേക്ക് അതാ ഉപയോഗിച്ച് കളയുന്നു. അത്രയും വ്യാപകമായി പരന്നിട്ടുണ്ട്. വളരെ കരുതലോടെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. നല്ലവണ്ണം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ചെറിയ തലം മുതൽ വലിയ തലം വരെ നന്നായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ വേണ്ടി രക്ഷിതാക്കൾ കുടുംബസമേതം ഈ വക വികൃതികൾക്കോ മറ്റോ കാരണമാക്കാത്ത വിധം യാത്ര പുറപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു മാർക്കോ മറ്റോ നേടിയെടുക്കാനാണെങ്കിൽ അതിന് വേറെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് നല്ലത്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് വർദ്ധിച്ചു വരികയാണ്. ഒരു സ്കൂളിൽ നിന്നൊരു പഞ്ചായത്തിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകളല്ലേ, വിവിധ തരം കൂട്ടുകാരെയല്ലേ കിട്ടുന്നത്. അന്ന് വരെ നല്ല നിലക്ക് ഭക്ഷണം കഴിച്ച് ഹലാലായ നിലക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നടന്ന ചെറുപ്പക്കാരി ഒരു 3 ദിവസത്തെ കൂട്ടുകെട്ടിനുള്ളിൽ മദ്യം നുണയുന്നു, മയക്കുമരുന്നിന് അടിമപ്പെടുന്നു. സംഗതി പിന്നീട് പുറത്തറിയുന്നത് എപ്പോഴാണെന്നറിയോ? 10 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട്. അത്രയും സ്വകാര്യതയിൽ ഇതങ്ങനെ കൊണ്ടു നടന്നു, സുരക്ഷിതമായി ഉപയോഗിച്ചു, സൂക്ഷിച്ച് നടന്നു. ഒരു ഘട്ടത്തിൽ അതിന് വേണ്ട വിഷയങ്ങളൊന്നും ഒപ്പിച്ചു കിട്ടാതിരുന്നപ്പോ പ്രത്യേകിച്ചൊരു മെന്റൽ ബാധിച്ച രൂപത്തിലായി. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് വാപ്പയും ഉമ്മയും. അപ്പോഴാണ് അറിയുന്നത് ആളിതിന് അടിമപ്പെട്ടിട്ട് 10 വർഷമായി.